അടുത്തൊരു ചോദ്യം ഡോക്ടർ നന്ദകുമാറിനോടാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് ശരിക്കും ഈ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾക്ക് അല്ലെങ്കിൽ ചികിത്സകൾക്ക് പാർശ്വഫലങ്ങളുണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് ശരിക്കും പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ എന്തിനാണ് പാർശ്വഫലങ്ങളെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഈ പ്രകൃതിദത്തമായവയ്ക്ക് പാർശ്വഫലങ്ങളില്ല എന്ന് പറയുന്നത് ശരിയാണോ? എങ്ങനെയാണ് അങ്ങയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? ലോകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഫലവും പാർശ്വഫലവുമുണ്ട്. അതും മെഡിസിന് മാത്രമല്ല, ഒരു ഓട കിട്ടുന്നതിനായാലും വിമാനം ഓടിക്കുന്നതിനായാലും തീവണ്ടിക്ക് പോകുന്നതിനായാലും എല്ലാത്തിനും ഒരു ഫലവുമുണ്ട്. തീവണ്ടിയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്താൻ പറ്റുന്നു, അതതിൻ്റെ ഫലം. പാർശ്വഫലങ്ങളുണ്ടാവും. ഒരു ആക്സിഡൻറ്റ് വരാം, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ഇളകി പോകാം. ഇതൊക്കെ പാർശ്വഫലങ്ങൾ തന്നെയാണ്. ആൾക്കാർ തമ്മിൽ സംഘടന ഉണ്ടാകാം. ഇതൊക്കെ പാർശ്വഫലങ്ങളാണ്. പക്ഷേ ഇതിനൊരു കണക്കുണ്ട്. ഒരു 1000 തീവണ്ടി 1,00,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഇത്ര കുഴപ്പങ്ങളുണ്ടാകും എന്നുള്ള കണക്ക് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പാർശ്വഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഫലങ്ങളും ഔട്ട് ഓഫ് ടൈം ആയിട്ടുള്ളതും ഔട്ട് ഓഫ് പർപ്പസും ആയിട്ടുള്ള എന്തെങ്കിലും ഫലങ്ങളുണ്ടാകുകയാണെങ്കിൽ പാർശ്വഫലങ്ങളെന്ന് പറയും. അപ്പോൾ ഒരു ചികിത്സ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ചികിത്സ ചെയ്തതിന് ശേഷം നമ്മൾ അനേകം ചികിത്സ ലോകം മുഴുവൻ നടക്കുകയാണല്ലോ. ഇതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഡേറ്റാസ് എടുത്തിട്ട് ഒരു ക്വാണ്ടിഫിക്കേഷൻ സ്കെയിലിൽ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ലെവലാണെങ്കിൽ നമ്മളത് അംഗീകരിക്കും. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ, ഒരു മരുന്നുണ്ടാകുന്നതിന് മുമ്പ് 4 ഘട്ടങ്ങളിൽ കൂടി അതിൻ്റെ പരീക്ഷണം പോയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പാർശ്വഫലങ്ങളും ഇല്ലാതായി എന്ന് ഉറപ്പ് കഴിക്കുമ്പോഴാണ് നമുക്കതിനെ സേഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. മെഡിക്കേഷൻ മാത്രമല്ല, ട്രീറ്റ്മെൻറ്റ് ആയാലും ഒരു ഓപ്പറേഷൻ ആയാലും ഒരു പ്രൊസീജിയർ, എന്ത് പ്രൊസീജിയർ ആയാലും ശരി തന്നെ, അത് ചെയ്യുന്നതിൻ്റെ അത് നമ്മൾ തീരുമാനിച്ചിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അത് മരുന്നോ അല്ലെങ്കിൽ ചികിത്സയോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. എന്നാലും ചില സമയത്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പാർശ്വഫലം കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ അത് നിർത്തിവെക്കും. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഇത് മെഡിസിനിൽ മാത്രമല്ല, എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ 50-ലെ സ്കൂളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ്? പുതിയ എഡ്യൂക്കേഷൻ ടെക്നോളജി വന്നു. പുതിയ രീതി പഠിപ്പിക്കുന്നതാണ് പിള്ളേർക്ക് നല്ലതെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ആസ് എൻ ഇൻസ്ട്രക്ടർ എന്നുള്ള ഘട്ടം കഴിഞ്ഞിട്ട് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇനി കുട്ടികൾ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്ററി എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പോകുമായിരിക്കും. ഇതൊക്കെ ഈ മോഡലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ് വരുന്നത്. മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചല്ലോ, ഈ പാർശ്വഫലങ്ങളുടെ നാച്ചുറൽ അത് വളരെ തെറ്റാണ്. ലോകത്ത് എന്തൊക്കെ സാധനം നമുക്ക് കഴിക്കുന്നോ അതിനൊക്കെ പാർശ്വഫലങ്ങളുണ്ട്. ഈ പാർശ്വഫലങ്ങളില്ല എന്ന് പറയുന്ന ഹെർബൽ പ്രോഡക്റ്റ്സൊക്കെ വളരെ അധികം വളരെ ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ അശ്വഗന്ധ, ചിറ്റമൃത്, അതൊക്കെ ഹൈലി ഹെപ്പറ്റോടോക്സിക്കാണ്. അത് കഴിച്ചിട്ട് ഇൻഫാക്റ്റ് ഇന്ന് കേരളത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന രോഗികളുടെ ഒരു നല്ല ശതമാനം ആൾക്കാർ ഹെർബൽ മെഡിസിൻ കഴിച്ചിട്ട് അതിൻ്റെ ടോക്സിറ്റി വന്ന ആൾക്കാരാണ്. അത് വെൽ റെക്കോർഡാണ്. കോവിഡ് സമയത്ത് തന്നെ ചിറ്റമൃതും അശ്വഗന്ധ കഴിച്ചിട്ട് 200 ഹെപ്പാറ്റോടോക്സിറ്റി റെക്കോർഡ് ചെയ്ത് മോഡേൺ മെഡിസിൻകാർ റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 200 റെക്കോർഡ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ 2 ലക്ഷം പേർക്കെങ്കിലും ഉണ്ടായി കാണും. കാരണം ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല. നമ്മൾ ഹിസ്റ്ററി എടുത്താൽ കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു അസുഖമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ല, നിങ്ങൾ ഹെർബൽ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അത് ചോദിക്കണം എന്നില്ല. ചോദിച്ചാൽ തന്നെ അവർ പറയത്തില്ല. കഴിക്കുന്ന എപ്പോഴും ഹൈഡ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഹിസ്റ്ററി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കത് അറിയാൻ പാടില്ല. അപ്പോൾ ഒരുപാട് എണ്ണം അറിയാതെ പോകും. പിന്നെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക സമ്മർദ്ദമുണ്ട്, സോഷ്യൽ പ്രഷർ. അത് ഈ ഹെർബൽ സാധനങ്ങളൊക്കെ വളരെ മെച്ചമാണെന്നുള്ള പറഞ്ഞ് പരത്തിയ ഒരു നറേറ്റീവ് അതിശക്തമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് പുറത്തു വരത്തില്ല. അതേസമയം പുറത്ത് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ഇപ്പം നേരത്തെ ഇന്ന് രാവിലെ കുറച്ച് മുമ്പുള്ള ഒരു ഇതിൽ പറഞ്ഞല്ലോ, ചക്ക കഴിച്ചാൽ ക്യാൻസർ പോകുമെന്ന്. എവിടെ പോകും? ചക്ക എത്ര കാലമായിട്ട് ഇവിടെ ഉള്ളതല്ലേ. ഇന്ത്യയിലൊരു 50,000 വർഷമായിട്ടുള്ള ചെടിയാണ് പ്ലാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്യാൻസർ കുറഞ്ഞായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? പെട്ടെന്നെങ്ങനെയാണ് ചക്ക കഴിച്ച ഉടനെ ക്യാൻസർ ഇല്ലാതാകുന്നത്? അപ്പോൾ ഇതൊക്കെ വിഡിത്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചക്ക കഴിച്ചാൽ ഡയബറ്റീസും പോകത്തില്ല, ക്യാൻസറും പോകത്തില്ല. അപ്പോൾ ഇമാതിരിയുള്ള ഈ ഒരു പ്രോപ്പഗാൻഡയാണ് ഇത്. പ്രോപ്പഗാൻഡയ്ക്ക് അപ്പുറം ഒന്നുമില്ല. ഈ പറഞ്ഞേക്കുന്ന എല്ലാത്തിനും അടുത്ത കാലത്ത് എന്തൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പാവയ്ക്ക കഴിച്ചാൽ ഡയബറ്റീസ് പോകുമോ? പാവയ്ക്കകത്ത് ഒരു കയ്പുണ്ടാക്കുന്ന ഒരു കെമിക്കലുണ്ട്, ക്യൂർക്കുമിറ്റാസിൻ എന്ന് പറയുന്ന സാധനം. അത് പാവയ്ക്കയെ അതിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്നും അതിന് രക്ഷപ്പെടാൻ വേണ്ടി അത് സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന പരിണാമപരമായിട്ട് അതിന് കിട്ടിയേക്കുന്ന ഒരു സാധനമാണ് ഈ ക്യൂർക്കുമിറ്റാസിൻ എന്ന് പറയുന്നത്. അത് കയ്പുണ്ട്. പാവയ്ക്കയിൽ മാത്രമല്ല, പലതരത്തിലുള്ള ഈ വെള്ളരിക്ക ഫാമിലിപ്പെട്ട പല ചെടികളിലും അതുണ്ട്.
അതിനെ ആക്രമിക്കുന്ന കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് മാറുന്ന കാരണം ഈ കീടങ്ങൾ അതിനെ തിന്നത്തില്ല. അതാണ് അതിൻ്റെ സർവൈവലിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെപ്പറ്റോടോക്സിക്കാണ്. അപ്പോൾ നമുക്ക് പാവയ്ക്ക കഴിക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു ആഹാരമായിട്ട് ഒരുപാട് പേര് പാവയ്ക്ക കഴിക്കുന്നതിന് കാരണം നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് ടോക്സിക് ലെവൽ എത്തത്തില്ല. അതേസമയം ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടോക്സിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇതേമാതിരിയാണ് പുളിയിഞ്ചി എന്ന് പറയുന്ന ഇരുമ്പിൻ പുളി, അതിൻ്റെ എക്സ്ട്രാക്റ്റ് 10-20 എണ്ണം എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് കഴിച്ചിട്ട് മറ്റേ കിഡ്നി ഡാമേജ് വരികയും ഡയാലിസിസ് ചെയ്തേക്കുന്ന ആൾക്കാരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഹെർബൽ മെഡിസിനൊക്കെ സേഫാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഒരു ഹെർബൽ മെഡിസിനും സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. പിന്നെ ഒരു ഫുഡും പൂർണ്ണമായിട്ട് സേഫും അങ്ങനെയൊന്നുമില്ല. സേഫും അൺസേഫും ഒന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഡോസ് റിലേറ്റഡ് ആണ്. നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് എല്ലാം കുഴപ്പമാണ്. ഹെർബൽ മെഡിസിൻ മിക്കവാറും എല്ലാം കുഴപ്പമാണെന്ന് മാത്രമല്ല ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള ഈ ഡയറക്റ്റായിട്ടുള്ള കെമിക്കൽ ടോക്സിൻസ് ഇതിനകത്തുണ്ട്. അത് കൂടാതെ വേറൊന്നും കൂടെ ഉണ്ട്. ഇത് പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റ് പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ കണ്ടാമിനൻ്റ് ആയിട്ട് ഇത് വരാം, ഒരുപാട് ഹെവി മെറ്റൽസ് വരാം. അതിനകത്ത് ആഴ്സനിക് കണ്ടിട്ടുണ്ട്, നിക്കൽ കണ്ടിട്ടുണ്ട്, ലെഡ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ടോക്സിക് ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് ഹെർബൽ മെഡിസിൻ സേഫ് എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ മാത്രം.